ഹായ്. ഓ മോനായി ഉണ്ടല്ലോ കൂടെ. അറിഞ്ഞോ, മോനായി എന്ന് പ്രിൻസ് പൊക്കി. എന്നിട്ട് പ്രിൻസി അവസാനം എന്റെ ശിഷ്യയായി. ഇതാണ് ഞാൻ പറയാറുള്ള സെലീന. ഓ ഇത് മാത്യൂസ്, ഞങ്ങളുടെ സ്വന്തം മാത്തൻ. അതെ മാത്യു. അത് ഫൈസി, അന്ന് ഞാൻ പറഞ്ഞ ആള്. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേക പറച്ചില്? പ്രത്യേകിച്ച് എന്ത് പറയാൻ, ഇത് ഫൈസി ആണെന്ന് പറഞ്ഞതാണേ. അപ്പൊ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോരാ. വാടി സുന്ദരി. ഫൈസി ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴും സുന്ദരിമാരുടെ വിളികളൊക്കെ വരാറുണ്ടോ? അത് പിന്നെ ചുമ്മാ തമാശക്ക്. പ്രായത്തിൽ മൂത്ത സുന്ദരിമാരോടാണല്ലേ താല്പര്യം കൂടുതൽ. അയാൾക്ക് വിഷമമായോ? നീ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു. അപാര തൊലിക്കട്ടി അവന്. ഇതൊന്നും ഏക്കില്ലെന്നേ. നിങ്ങൾ വാ. എന്നാലും ആ സെലീന എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണ്? പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചാണല്ല. ഇല്ല, നിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയാ മറ്റൊരു അത്രയുള്ളല്ലേ? എന്നാ അത് ഞാനല്ല. അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? നിന്നെ നീ ചുമ്മാ നോക്കിക്ക. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നൊരു വിലയില്ലാണ്ടായോ? വടമുறை നമുക്ക് ചോദിക്കാം. വേണ്ട. എന്താ വേണ്ട? അതെന്താ വേണ്ട? എന്താന്ന്? എടാ, 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടി ഒരു പെണ്ണുപോയ 2 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവരാ നീ. നിന്നെ ഏതെങ്കിലും ഒരു തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിൽക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താ കാര്യം? എന്താടാ? അത് പിന്നെ പിന്നെ കുറച്ചു നാൾക്ക് മുമ്പ് ഇവൻ നമ്മളെ പടത്തിന് വിളിച്ചോണ്ട് പോയിട്ട് ഇവന്റെ ചെലവ് കൊണ്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. അതിരിക്കട്ടെ, ഈ ചായയുടെയും കടിയുടെയും കാശ് ആര് കൊടുക്കും? നീ കൊടുക്കും. എന്റെ കാശൊന്നുമില്ല. അതങ്ങേ അഞ്ചലിനപ്പുറം പോയി പറഞ്ഞാ മതി. നീ കൊടുക്കും. നീയേ കൊടുക്കൂ. ഏലെന്നൊക്കെ പെട്ടി കീറിന്നൊക്കെ പെട്ടി. അളിയാ ഫൈസി, ഞാൻ നിന്നോട് പറയാറുള്ള സാധനല്ലേ ദോണ്ട നിൽക്കുന്നു. എങ്ങനെ ഉണ്ടായിട്ടോ? അതേടാ അവള് തന്നെ. അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയപ്പനെ കണ്ടോ? അവളുടെ അപ്പനാണോ? അങ്ങനെ അവള് ടൂൺ ചെയ്യുവാടാ. നോക്ക്, ശരിക്കും നോക്ക്. കിളവന്മാർക്കാണോ ഇപ്പൊ ഡിമാൻഡ്? അളിയാ, ആ കൂട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? അതൊക്കെ ഉണ്ട് മോനെ ജോർജേ. നീ ചായയുടെ വേടം കാശ് കൊടുക്ക്. ബൈക്ക് എടുത്ത് റെഡി ആയിട്ടേക്ക്. ഇക്കാക്ക് ലേശം പണിയുണ്ട്. അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ഓ, ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ? ചേച്ചി നോക്കുവൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. 1000 തരേണ്ടി വരും. 1000 കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടേ കയറിയോ? അപ്പുറത്ത് കിടക്കണം. കയറിയോ, വേഗം കയറിയോ. പറ്റുമോ? എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തൊലിക്കട്ടി തന്നെ. താങ്ക് യു. വേറെ സാധനം. സാധാരണ എന്നെക്കാൾ നേരത്തെ എത്തുന്ന ആളാണല്ലോ, ഇന്നെന്ത് പറ്റി? കാറിന് ചെറിയൊരു കംപ്ലൈന്റ്. വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാ വരുന്നത്. ഓ അങ്ങനെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നിന്നോട് നിങ്ങൾ ഇന്ന് നേരെ വീട്ടിലേക്കല്ലേ? അതെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ വൈകിട്ട് ഫംഗ്ഷന് വരില്ലേ? ഇല്ല, ഞാൻ വരില്ല നേരത്തെ പറഞ്ഞല്ലേ. തൽക്കാലം നിങ്ങൾ പോവാൻ നോക്കും. നീ വാ. വീട് വാ. സുന്ദരി വന്നേ, അന്ന് വീട്ടിലെ വച്ചാനെ അവിടെ വായിരിക്കണം മുഴുവൻ കേട്ടപ്പോ മതിയായല്ലോ. ഞാൻ ഇപ്പൊ റൈറ്റ് കാണിച്ചു. എന്താ വണ്ടി നിർത്താഞ്ഞോ? എന്തിനാളിയാ നിർത്തുന്നത്? എന്റെ ലൈസൻസ് ഉണ്ട്, വണ്ടിയുടെ ബുക്കും പേപ്പറും ആളിന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഇതൊക്കെ ഇല്ലാത്തമാര് നിർത്തിയാ പോരെ.
സത്യത്തിൽ ഇവന്റെ കാര്യം വലിയ കഷ്ടം. ഇനി പോലീസ് അങ്ങനെ പറയൂരോ? നീ ധൈര്യമായിട്ടിരിക്കണം മോനായി. എന്തിനാ പേടിക്കുന്നേ? ഇക്ക കൂടെയല്ലേ? അയ്യോ പോലീസ്! അയ്യോ നമ്മളെ പൊക്കാനുള്ള വരവാണ്. ഒന്ന് ചവിട്ടി വിടറ മോനെ. ഇങ്ങോട്ട് ഇറങ്ങടാ. സാറായിരുന്നു. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും വയ്യേ? ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങടാ. ഇങ്ങോട്ട് ഇരിക്കടാ. ആ? എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവാ സാർ. നിനക്കെന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? ഊര്. നീ വെള്ളം അടിച്ചോണ്ടാ? ഇല്ല. ഊതിപ്പിരടോ. ഊതടാ. ഇങ്ങോട്ട് ഊതടാ. ഊതാ. കണ്ട ഞാൻ പറഞ്ഞില്ലേ? നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഇഞ്ഞെടുത്തേ. അവിടെ ഇങ്ങോട്ട് എടുക്കടാ. തെണ്ടി. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്. എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലതും ആണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രല്ല ആ സമയം കൊണ്ട് സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. എങ്ങനെ? ദോ, ഈ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ 4 പേരോട് ഇപ്പോഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രിയാവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തൂ. നല്ല ആളോടാ കളി. ഇവനെ വാടാ, ഇന്ന് വേണം മാക്കാനെ. വേറെ സാധനമുണ്ട്. കമ special for me. It's way too many suckers in the VIP. Probably got my car up front. Tell me, do you wanna kick it in the backseat? I wanna get nostalgia, so I can be a backseat driver. I wanna get nostalgia, so I can be a backseat driver. You see them girls with them high heels, they got this party. നമ്മള് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തില്ലേ? ഉണ്ണൊന്ന് സമാനപ്പെടും, എല്ലാം ശരിയാവും. എല്ലാരും കൂടെ ശ്രദ്ധിക്കണം. ഈ സന്തോഷകരമായ വേളയിൽ മറ്റൊരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയുണ്ട്? എന്റെ മകൾ മായയും എന്റെ സഹോദരി പുത്രനായ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം ഈ മാസം 24-ാം തീയതി നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ ഞാൻ സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഇപ്പഴാണ് എനിക്കൊന്ന് സമാധാനായത്. എന്തുവാ? ഉണ്ണിക്ക് 9 അല്ലായിരുന്നു എത്ര നാളും പ്രശ്നം. അയ്യേ, ആ 9 അല്ല. ജാതകപ്രകാരം 9ന്റെ ഗുണിതങ്ങളിലല്ലേ ഉണ്ണിയുടെ കല്യാണം നടക്കൂ. അതായത് ഉണ്ണിക്ക് ഇപ്പൊ 27 വയസ്സ്. ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 9 വർഷം കാത്തിരിക്കണ്ടേ? അപ്പൊ എത്ര വയസ്സ്? 36. അത്രയും നാളും ഉണ്ണി എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും? നിങ്ങളും വികാരവും വിചാരമുള്ള മനുഷ്യനല്ലേ? എടാ, മായ്ക്ക് വേണ്ടി 9 അല്ല 50 വർഷം വേണേലും ഞാൻ കാത്തിരിക്കും. 50 വർഷം കഴിഞ്ഞിട്ടെന്തിന് അപ്പുറപ്പുറം കണ്ണുപൊത്തി കളിക്കാനാ? എന്റെ ഉണ്ണി നടക്കുന്നെങ്കിൽ ഇപ്പൊ നടക്കണം. ഇതാണ് നല്ല ബെസ്റ്റ് ടൈം. ഇപ്പൊ നടന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ പിന്നീട് നടക്കത്തില്ല. എന്നെ തന്നെ കണ്ടില്ലേ? എന്തോ ആയിക്കോട്ടെ, അവസാനം എന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കല്ലേ. ദൈവമേ, പോലീസ് സ്റ്റേഷൻ അവരെവിടെ ഇടിച്ചാലും എനിക്ക് മിസ്സാവില്ല. അതെ, പുറകേന്ന് വിളിച്ച് എന്താ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. പോലീസും ഞാനും ശരിയാവില്ല. വാടാ ഇങ്ങോട്ട് കളിക്കാൻ. നിനക്ക് ഞാൻ നീയാണോടാ ശല്യം ചെയ്തത്? നീയാണോ?
ഇങ്ങോട്ടാ. നിന്നെയൊക്കെ ഇവന്മാർക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത്. രാത്രിയായ റോഡ് നീള തെമ്മാടിത്തരം കാണിക്കാൻ ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ ഞാൻ നടന്നിങ്ങെത്തിയ ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീയൊക്കെ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുക സർ. എവിടെ? രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോ ഹോസ്റ്റലിലായിരിക്കും താമസം. അല്ല സർ, കോളേജിനടുത്തുള്ള ഒരു വാടക വീട്ടിലാണ്. നിനക്കൊക്കെ എന്താടാ കൈ കാണിച്ചാൽ വണ്ടി നിർത്താൻ ഒരു പ്രയാസം? സോറി സാർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകരുത്. പേപ്പറെല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. പൊയ്ക്കോ പൊയ്ക്കോ പോ. താങ്ക് യു സർ. ആ ഹലോ. ആ ഞാൻ ഇവിടെ ഉണ്ട്, സ്റ്റേഷനില്ല. പറഞ്ഞോ. ആ കിട്ടിയോടാ? എന്താ കൂള്? ഒരു മിനിറ്റ്. ആ പറ. 99-137-42 639. ഓക്കേടാ. എടാ പേരെങ്ങനെയാടാ? ഷാഫിയോ? എന്തെന്നാ? കൂത്ത് ഷാഫി എന്ന് പറയും. എന്ത് പേരാടാ ഇത്? ഓക്കേടാ. ഓക്കെ ഓക്കെ. എന്താ ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യാണ്ടായിരുന്നു. ഏതെങ്കിലും ഒരുത്തേക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. പറഞ്ഞ പോലെ നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. ആ നീ ഒന്നും പോയില്ലടാ? സാർ ലൈസൻസും RC ബുക്കും. ഓ അതൊന്നും തന്നില്ലായിരുന്നല്ലേ? ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ താങ്ക് യു സർ. താങ്ക് യു സർ. നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ? പിടിച്ചേ. ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്. പിന്നെ പേപ്പർ എവിടെ പോയി? ഇതാണോ സാറേ? പടച്ചോനെ, ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. ഓക്കോ എന്തോന്നടാ ഇത്? കൂത്തിശാപിയോ? പൊയ്ക്കോ, എന്റെ കണ്ണുമുമ്പിൽ കണ്ടു പോരുത്. പോടാ. നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേഗം